പവിഴദ്വീപായ ബഹ്റിൻ്റെ 41-ാം ദേശീയ ദിനവും ഒപ്പം ബഹ്റിൻ ഭരണാധികാരി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ സ്ഥാനമേറ്റതിൻ്റെ 13-ാം വാർഷിക ആഘോഷവും ഇന്നിവിടെ കൊണ്ടാടുകയാണ്. പൊതു അവധിയായ ഇന്നും നാളെയുമായി വൈവിധ്യമാർന്ന നിരവധി പരിപാടികളാണ് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും നടത്തുന്നത്. സ്വദേശീയർക്കൊപ്പം വിദേശീയരും ആഘോഷ പരിപാടികളിൽ അണിചേരുന്നത് ആഘോഷ പരിപാടികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ബഹ്റിനിലെ വിവിധ സംഘടനകളും സ്കൂളുകളും ദേശീയദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളും വീഥികളും ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ദീപാലങ്കാരങ്ങൾ കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് വന്നെത്തുന്നത്. ദേശീയദിനത്തെ വരവേൽക്കുവാൻ ബഹ്റിനിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും പരമ്പരാഗത സൂക്കുകളും ഒരു മാസം മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രതിസന്ധി ഘട്ടത്തിലും ബഹ്റിനിലെ പുരോഗതിയുടെ പാതയിലേക്ക് കൈപിടിച്ചു നയിക്കുന്ന ഭരണാധികാരി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കും ഭരണ നേതൃത്വത്തിനും ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള ബാനറുകളും കമാനങ്ങളും വീഥികൾക്ക് ഇരുവശത്തും കാണാൻ സാധിക്കും. ബഹ്റിൻ ഭരണ നേതൃത്വത്തിന് വിവിധ ലോക നേതാക്കന്മാർ ആശംസ അർപ്പിച്ചു. ബഹ്റിൻ്റെ ദേശീയ ദിനം പ്രമാണിച്ച് 247 തടവുകാർക്ക് ഭരണാധികാരി ഹമദ് ബിൻ ഇസ അൽ ഖലീഫ മോചനം നൽകി. വിദേശീയരും തങ്ങളുടെ സ്വന്തം ആഘോഷങ്ങളുടെ പട്ടികയിൽ ബഹ്റിൻ ദേശീയ ദിനവും കൊണ്ടാടുകയാണ്. ബോബി ദേവരിൽ, ജയ് ഹിന്ദ് ന്യൂസ്, ബഹ്റിൻ.